ഒരു ഇൻചാർജ് പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളായിരുന്നു. ഇപ്പൊ ഒരു 5 മാസമായിട്ട് ലീവിലായിരുന്നു. കാരണം എനിക്കൊരു ചെറിയ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രം ഞാൻ പ്രത്യേകിച്ച് വന്നതാണ്. ഞാൻ കോളേജിൽ ഡെയിലി വന്ന് തുടങ്ങിയിട്ടില്ല. നിങ്ങളെല്ലാവരും പഠിച്ചിറങ്ങുമ്പോൾ ആദ്യം ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം ചെയ്തു തരുന്ന ആളായാലും എല്ലാവരും നന്ദിയോടുകൂടി അവരെ ഓർക്കണം. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ മറന്നുപോയി അത് ചെയ്തു തരുന്ന ഒരാള് ദേഷ്യത്തോട് നോക്കുകയല്ല വേണ്ടത്. അയ്യോ എനിക്കിട്ട് ഭാര വെച്ചല്ലോ എന്നോർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. അയ്യോ എനിക്ക് ചെയ്തു തന്നല്ലോ, ഞാൻ ചെയ്യാൻ മറന്നുപോയ കാര്യം നിങ്ങൾക്ക് ചെയ്തു തന്നല്ലോ എന്നുള്ള ഒരു ആ ഓർമ്മയുടെ അവരെ അനുസ്മരിച്ച് ഒരു നന്ദി പറയുകയാണ് വേണ്ടത്. നിങ്ങൾ അതേപോലെ തന്നെ ചെല്ലുന്നിടത്ത് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് വിഷ് ചെയ്യാൻ പഠിക്കുക. കാരണം നമ്മൾ ചെല്ലുന്ന ഏത് സ്ഥാപനത്തിൽ ചെന്നാലും രാവിലെ ഉച്ചയ്ക്ക് ആയാലും നിങ്ങൾ ചെന്നാൽ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ ഓർക്കുക. ഒരു 12 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ ഓർക്കുക. അങ്ങനെ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും ആരെ കണ്ടെന്ന് പറഞ്ഞാലും അവരൊന്ന് വിഷ് ചെയ്യുക, ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിക്കുക. ഇപ്പൊ എന്ത് കാര്യം ചോദിച്ച് എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നാലും ദേഷ്യത്തോടെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാതെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാപ്തരാകുക. ഇപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഇനിയും പഠിക്കാൻ കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് പോയെന്ന് പറഞ്ഞാലും ഓരോ സ്ഥലത്ത് ജോലിക്ക് കയറി പുതിയ സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ പുതിയ പുതിയ മിഷനായി ആ കാര്യങ്ങൾ അറിയത്തില്ലേലും ഒരു വിനയത്തോടു കൂടി ആരോട് സമീപിച്ചാലും അവരെല്ലാം നല്ല സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചാണ് നിങ്ങൾ ഒരു കാരണവശാലും ഫെയിലായി പോകത്തില്ല. അത് 100% ഗ്യാരണ്ടി ഉള്ള ഫീൽഡാണിത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല ജീവിത വിജയം നേരത്തെ എന്ന് ആശംസിച്ചുകൊണ്ട്